ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന വീഡിയോ ക്ലിപ്പ് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഈ വീഡിയോ ക്ലിപ്പിൽ ഈ പെൺകുട്ടി പറയുന്നത് ഗ്രാവിറ്റി, അതായത് ഗുരുത്വാകർഷണം മനുഷ്യൻ കണ്ടുപിടിച്ച ഒരു കാര്യമാണെന്നാണ്. സർ ഐസക് ന്യൂട്ടൺ ഇത് കണ്ടുപിടിച്ചില്ലെങ്കിൽ ഗ്രാവിറ്റി ഇവിടെ ഉണ്ടാവില്ലായിരുന്നു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ പൈതഗോറസിന്റെ ഒരു കോട്ടാണ് ഓർമ്മ വരുന്നത്. എ ഫൂൾ ഈസ് നോൺ ബൈ ഹിസ് സ്പീച്ച് ആൻഡ് വൈസ് മാൻ ബൈ ഹിസ് സൈലൻസ്. അതായത് ഒരു മണ്ടനെ അവൻ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, എന്നാൽ ഒരു ബുദ്ധിശാലിയെ അവന്റെ സൈലൻസ് വെച്ചുകൊണ്ട് കണ്ടെത്താൻ കഴിയും. ഏതൊരാൾക്കും എപ്പോൾ സംസാരിക്കണം, എവിടെ സംസാരിക്കണം, എന്ത് സംസാരിക്കണം എന്ന് അറിയുമെങ്കിൽ അവൻ സക്സസ് ആകുന്നതിൽ നിന്നും ആർക്കും അവനെ തടയാൻ കഴിയില്ല. എന്നാൽ നമ്മൾ സംസാരിക്കുന്നത് ഒരു തോക്കിൽ നിന്നും ബുള്ളറ്റ് പോകുന്നത് പോലെയും അല്ലെങ്കിൽ ഒരു അമ്പിൽ നിന്ന് വില്ല് പോകുന്നത് പോലെയുമാണ്. ഒരിക്കൽ അത് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ല. സോ ശരിയായ സമയത്ത് സൈലന്റ് ആയി ഇരിക്കുകയാണെങ്കിൽ നമ്മളിലേക്ക് വരുന്ന ഒരുപാട് പ്രശ്നങ്ങളെ അവോയ്ഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ അനാവശ്യമായി സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളും വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് തന്നെ വഴിവെച്ചേക്കാം. പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നന്നായി സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ പല ഓപ്പർച്യൂണിറ്റീസും നഷ്ടപ്പെടും എന്നത് വളരെ സത്യമാണ്. എന്ന് കരുതി നമ്മൾ ഭയങ്കര ബുദ്ധിശാലിയാണ് എന്ന് കാണിക്കാൻ വേണ്ടി മറ്റുള്ളവരോട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മളെ ഒരു മണ്ടനായിട്ടായിരിക്കും അവർക്ക് മുന്നിൽ കാണിക്കുന്നത്. സോ സൈലൻസിന്റെ പവറിനെയും ഈ സൈലൻസിന് എവിടെയൊക്കെ എപ്പോഴൊക്കെ നമുക്ക് ബെനിഫിഷ്യലായി ഉപയോഗിക്കാമെന്നും ഈ വീഡിയോയിൽ പറയുന്നതാണ്. നിങ്ങളൊരു ഇൻട്രോവേർട്ട് ആണെങ്കിൽ നിങ്ങളുടെ സൈലൻസിനെ ഇനിയും എഫക്റ്റീവായി എങ്ങനെ ഉപയോഗിക്കാമെന്നും, ഒരു എക്സ്ട്രോവേർട്ട് ആണെങ്കിൽ ഏതൊക്കെ സിറ്റുവേഷൻസിൽ അധികമായി സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്നും നോക്കാം. സോ വരൂ സ്റ്റാർട്ട് ചെയ്യാം. നമ്പർ 1, സൈലൻസ് ഇൻക്രീസസ് വാല്യൂഡ് യുവർ വേർഡ്സ്. ഒരു റൂമിൽ എല്ലാവരും ഒരു വിഷയത്തെക്കുറിച്ച് ആർഗ്യുമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് കരുതുക. എന്നാൽ ആ റൂമിൽ നിങ്ങളുമുണ്ട്. പക്ഷേ നിങ്ങളൊന്നും പറയാതെ ക്ഷമയോടെ എല്ലാവരും പറയുന്നത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരുടെ ആർഗ്യുമെന്റ്സ് നന്നായി മുറുകുമ്പോൾ നിങ്ങൾ എന്താണ് ഒന്നും പറയാത്തത് എന്ന് എല്ലാവരും കൺഫ്യൂസ്ഡ് ആകും. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ഒന്നും മിണ്ടാതെ വെയിറ്റ് ചെയ്ത് നിങ്ങൾ എന്തായിരിക്കും പറയാൻ പോകുന്നത് എന്ന് എല്ലാവരിലും എക്സ്പെക്ടേഷൻ കൊണ്ടുവരിക. ഇതുപോലെ ആർഗ്യുമെന്റ്സ് നടന്നുകൊണ്ടിരിക്കുന്ന അവസരങ്ങളിൽ എല്ലാവരും ക്ഷമയോടെ ഇരിക്കുമ്പോൾ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യത്തിന് വാല്യൂ കൂടുതലാവുകയും എല്ലാവരും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും കേൾക്കുന്നവരിൽ അതൊരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവർ പറയുന്ന എല്ലാ വിഷയത്തെയും നിങ്ങൾ നന്നായി ഒബ്സർവ് ചെയ്ത് ആലോചിച്ച് നിങ്ങൾക്ക് പറയാനുള്ള കാര്യം പറഞ്ഞതിനാൽ നിങ്ങൾ പറയുന്ന വിഷയം അവർ ഉൾക്കൊള്ളാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. പണ്ട് കാലത്ത് രാജാക്കന്മാർ അവരുടെ ശത്രു രാജ്യത്തെ രാജാവുമായി കൂടിക്കാഴ്ചകൾ നടത്തുമ്പോൾ സൈലൻസ് കൂടുതലായും ഉപയോഗിച്ച് നന്നായി നെഗോഷിയേറ്റ് ചെയ്യുമായിരുന്നു. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ കൂടുതൽ സമയവും സൈലന്റ് ആയിരിക്കുന്നത് മൂലം ഓപ്പോസിറ്റുള്ള വ്യക്തി അൺകംഫർട്ടബിൾ ആകുകയും അയാൾ അൺകംഫർട്ടബിൾ മറക്കാനും സൈലന്റ് ഗ്യാപ്പ് ഫിൽ ചെയ്യാനും വേണ്ടി കൂടുതലായി സംസാരിക്കുകയും ഒപ്പം നിങ്ങൾ എന്തായിരിക്കും ചിന്തിക്കുന്നത് എന്ന് ആലോചിച്ച് അവരുടെ ആവശ്യങ്ങളിൽ നിന്നും ഡിസ്ട്രാക്റ്റഡ് ആയി ഈ നെഗോസിയേഷൻ അവർക്കൊരു നെഗറ്റീവ് റിസൾട്ട് നൽകുകയും അതുവഴി നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുകയും ചെയ്യുന്നു. സോ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് വാല്യൂ വർദ്ധിപ്പിക്കാനായി സൈലൻസ് പ്രാക്ടീസ് ചെയ്യാൻ ആരംഭിക്കുക. നമ്പർ 2, ഇറ്റ് ഹെൽപ്സ് യു ടു ബി ദ ലാസ്റ്റ് പേഴ്സൺ ടു സ്പീക്ക്. ഏതൊരു കോൺവെർസേഷനിലും മീറ്റിംഗിലും അവസാനമായി ആരാണ് സംസാരിക്കുന്നത് അവർക്കായിരിക്കും പവർ കൂടുതൽ. സൈലന്റ് ആയിരിക്കുന്നത് നാച്ചുറലായി നിങ്ങളെ അവസാനം സംസാരിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യും. സ്റ്റാർട്ട് വിത്ത് വൈ എന്ന ബുക്കിന്റെ ഓഥർ സൈമൺ സിനെക് പോലും പറഞ്ഞിട്ടുള്ളത് ബി ദ ലാസ്റ്റ് പേഴ്സൺ ടു സ്പീക്ക് എന്നാണ്. കാരണം അത് നമ്മളെ ഒരു സൈലന്റ് ലീഡറാക്കി മാറ്റും. ഒരു മീറ്റിംഗിലോ ഒരു ഗ്യാതറിങ്ങിലോ എന്തെങ്കിലും ഒരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒരു ശരിയായ കാര്യം പറഞ്ഞാൽ നിങ്ങൾ യെസ് എന്ന് തലയാട്ടരുത്. ഇനി ആരെങ്കിലും തെറ്റായ ഒരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ നോ എന്ന് പറഞ്ഞും തലയാട്ടരുത്. അതായത് നിങ്ങളുടെ കൺമുന്നിൽ നടക്കുന്ന കാര്യങ്ങളിൽ റിയാക്ട് ചെയ്യാതെ അവർ പറയുന്നതെല്ലാം നല്ലവണ്ണം ശ്രദ്ധിച്ച് കേട്ട് അവർ പറഞ്ഞ കാര്യങ്ങളിൽ 1-2 ഡൗട്ട്സ് മാത്രം ചോദിച്ച് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അവസാനം പറയാം എന്ന് പറയുക. കാരണം നിങ്ങൾ ഒരു നല്ല ലീഡറോ ബോസോ ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രോബ്ലത്തെ ഫേസ് ചെയ്യുമ്പോൾ ആ പ്രോബ്ലത്തെക്കുറിച്ചുള്ള മീറ്റിംഗ് കണ്ടക്ട് ചെയ്താൽ ആ പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ഇങ്ങനെയാണ് ഈ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ കരുതുന്നത് എന്ന് നിങ്ങളുടെ സൊല്യൂഷൻ പറഞ്ഞതിന് ശേഷം മറ്റുള്ളവരുടെ ഒപ്പീനിയൻസ് ചോദിച്ചാൽ നിങ്ങളുടെ സൊല്യൂഷൻ അത്ര എഫക്റ്റീവ് അല്ല,
അവർക്ക് കുറച്ച് ബെറ്റർ ഐഡിയാസ് ഉണ്ട് എന്നായിരിക്കും അവർ പറയുന്നത്. സോ അതിനാൽ ഇതാണ് പ്രോബ്ലം, എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് ഒരു ഡിസ്കഷൻ നടത്തി മറ്റുള്ളവർ പറയുന്ന വിഷയത്തെ സൈലൻ്റായി ഇരുന്ന് കേട്ട് എല്ലാവരുടെയും ഒപ്പീനിയൻ മനസ്സിലാക്കി അവരോട് 1-2 ക്വസ്റ്റ്യൻസ് ചോദിച്ച ശേഷം അവസാനമായാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയനും നിങ്ങൾ പറയാൻ പോകുന്ന സൊല്യൂഷനും മറ്റുള്ളവരുടെ എല്ലാവരുടെയും ഐഡിയാസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ബെറ്റർ ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടെയുള്ളവർക്കും അവരുടെ കോൺട്രിബ്യൂഷൻ ഈ മീറ്റിങ്ങിനായി നൽകാൻ സാധിച്ചു എന്ന ഒരു തോന്നലും ഉണ്ടാകും. സോ നാച്ചുറലി സൈലൻ്റ് ആയി ഇരിക്കുകയാണെങ്കിൽ ഈ ക്വാളിറ്റിയെ വളർത്തിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളൊരു നല്ല ലീഡറായി മാറാൻ തുടങ്ങുകയും ചെയ്യും. നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാക്കിയെടുത്താൽ അത് നമ്മുടെ ലൈഫിനെ ബെറ്റർ വെർഷനിലേക്ക് കൊണ്ടുപോകുമെന്നത് തർക്കമില്ലാത്ത കാര്യമാണല്ലേ. നല്ലൊരു ലീഡർക്ക് സൈലൻസ് പവർ പോലെ തന്നെ ഏറ്റവും ആവശ്യമായ ഗുണങ്ങളിലൊന്നാണ് സെൽഫ് ഡിസിപ്ലിൻ. സ്വയത്തിൽ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാൻ നിരവധി തവണ പരിശ്രമിച്ച് പരാജയപ്പെട്ടവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ സെൽഫ് ഇംപ്രൂവ്മെന്റിന് ഒരു എക്സ്പെർട്ടിന്റെ സഹായം ലഭിച്ചിരുന്നെങ്കിൽ എന്ന് എപ്പോഴെങ്കിലും ആഗ്രഹിച്ച ഒരു വ്യക്തിയാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു ഇൻഫർമേഷനാണ് ഇനി ഞാൻ നൽകാൻ പോകുന്നത്. അതെന്താണെന്നല്ലേ? ഫാസ്റ്റ് റിബൂട്ട് ഒരുക്കുന്നു 90 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പേഴ്സണൽ മെന്ററിംഗ് പ്രോഗ്രാം. അതെ, ഒരാൾക്ക് ഒരു പേഴ്സണൽ മെന്റർ. സ്ഥിരതയാർന്ന വ്യക്തിഗത പരിശീലനങ്ങളിലൂടെ നിങ്ങളിലെ കൺസിസ്റ്റൻസി നിലനിർത്തി നിങ്ങളെ എല്ലാ അർത്ഥത്തിലും കൈപിടിച്ചുയർത്തുന്ന മെന്റേഴ്സിനെ ഫാസ്റ്റ് റീബൂട്ടിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. ജീവിത പ്രതിസന്ധികളെ ചലഞ്ചുകളായി നേരിടാൻ പര്യാപ്തമാക്കുന്ന ടാസ്കുകളും ചലഞ്ചുകളും നൽകി നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ നിരന്തരമായ ഫോൺ സംഭാഷണങ്ങളിലൂടെ ഗൈഡ് ചെയ്യാനും പുതുശീലങ്ങൾക്ക് പുതുജീവൻ നൽകി നിങ്ങളെ കണ്ടെത്തി സ്വയം പര്യാപ്തത കൈവരിക്കാനും അവർ നിങ്ങളെ പ്രാപ്തരാക്കുന്നു. കൂടാതെ ലൈവ് ക്ലാസ്സുകളിലൂടെ ജീവിത പാഠങ്ങൾ നൽകാൻ ഒരു ലൈഫ് കോച്ചും മൈൻഡ് മാനേജ്മെന്റിന് ഒരു മെഡിറ്റേഷൻ ഇൻസ്ട്രക്ടറും നിങ്ങൾക്ക് കൂടെ ഉണ്ടാകും. കൂടാതെ ലൈഫ് ടോപ്പിക് വീഡിയോസ്, ഓഡിയോ ബുക്സ്, അഫർമേഷൻസ്, ആർട്ടിക്കിൾസ്, കോട്ട്സ്, കമന്ററീസ് തുടങ്ങിയ ഒരു ശേഖരവും നിങ്ങളെ കാത്തിരിക്കുന്നു. ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. നമ്പർ 3, സൈലൻസ് ക്യാൻ ഇൻക്രീസ് യുവർ ഫോക്കസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, നമുക്ക് ഒരിക്കലും ചിന്തിക്കുമ്പോൾ സംസാരിക്കാൻ കഴിയില്ല, അതുപോലെ തന്നെ സംസാരിക്കുമ്പോൾ ചിന്തിക്കാനും കഴിയില്ല. അതിനാൽ സംസാരിക്കുന്ന സമയത്തെ നമ്മുടെ കോൺസെൻട്രേഷൻ, ഫോക്കസ് എന്നിവ വർദ്ധിപ്പിക്കാനുള്ള ഉത്തമ മാർഗം സൈലന്റ് ആയിരിക്കുക എന്നതാണ്. ഇതിനാണ് മെഡിറ്റേഷൻ പോലുള്ള മൈൻഡ് കാമാക്കുന്ന പ്രോസസ്സുകളിൽ പോലും ആദ്യമേ നമ്മൾ വായ അടച്ചു വെക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് വായ അടച്ചു വെക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും കാര്യം കേട്ടാൽ അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ കഴിയില്ല എങ്കിൽ ബുദ്ധന്മാർ പറയുന്ന 3 സ്പീച്ച് ഓഫ് ഗേറ്റ്സ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അതായത് നമ്മൾ ഏതൊരു കാര്യം പറയാൻ പോവുകയാണെങ്കിലും പറയുന്നതിന് മുമ്പ് അത് 3 ഫിൽറ്റേഴ്സിലൂടെ കടന്നു പോയിരിക്കണം. ഇതിൽ ആദ്യത്തെ ഫിൽറ്റർ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം സത്യമാണോ എന്നതാണ്. അതായത് ഈ കാര്യം മറ്റുള്ളവർക്ക് എന്തെങ്കിലും വാല്യൂ നൽകുന്നുണ്ടോ എന്ന്. രണ്ടാമത്തെ ഫിൽറ്റർ എന്താണെന്ന് വെച്ചാൽ ഇതൊരു നെസസറി ആയ കാര്യമാണോ, അതായത് ശരിക്കും ഇത് ഞാൻ ഇപ്പോൾ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന്. ഇനി മൂന്നാമത്തെ ഫിൽറ്റർ, ഞാൻ പറയുന്ന കാര്യം കൈൻഡ് ആണോ എന്ന് വെച്ചാൽ ഞാൻ ഈ കാര്യം പറയുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാകുമോ എന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ പറയുന്ന കാര്യം എപ്പോഴും കൈൻഡായും ശരിയായ സമയത്തും ആവശ്യമായിരുന്നാൽ മാത്രവും പറയുക. പറയാൻ പോകുന്ന കാര്യം കേൾക്കുന്ന ആൾക്ക് പ്രയോജനപ്പെടും എന്ന് എപ്പോഴും ഉറപ്പുവരുത്തുക. ഇങ്ങനെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് ഈ പ്രോസസ്സിലൂടെ മാത്രം സംസാരിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്കിടയിൽ നിങ്ങളൊരു നോളജബിൾ പേഴ്സണായി അറിയപ്പെടുകയും നിങ്ങളോടുള്ള റെസ്പെക്ട് വർദ്ധിക്കുകയും ചെയ്യും. നമ്പർ 4, ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് അതേഴ്സ് ട്രൂ ഇൻറ്റൻഷൻസ്. ചാണക്യൻ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഒരു കോൺവെർസേഷനിൽ ആദ്യം നിങ്ങളല്ല സംസാരിച്ച് തുടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അവരോട് ഷെയർ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. നിങ്ങളൊരു കോൺവെർസേഷൻ ആരംഭിക്കുന്നത് മൂലം മറ്റുള്ളവർ നിങ്ങളുടെ അടുത്തേക്ക് വരികയും അവരുടെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുകയും ചെയ്യുന്നു. കൂടാതെ അവർ അവരുടെ തോട്ട്സും സീക്രട്സും അധികമായി നിങ്ങളോട് ഷെയർ ചെയ്യാനും ആരംഭിക്കും. ഈവൻ ചാണക്യന്റെ കൂടെ ഉണ്ടായിരുന്നവർ പോലും ചാണക്യൻ എപ്പോഴും സൈലന്റ് ആയിരിക്കുന്നതിനാൽ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്ന് അവരുടെ തോട്ട്സും ഒപ്പീനിയൻസും ഷെയർ ചെയ്യാറുണ്ട്. ഇതുവഴി ചാണക്യൻ അവരുടെ ട്രൂ ഇന്റൻഷൻസ് എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് മാത്രം അവരോട് പെരുമാറുകയും ചെയ്യുമായിരുന്നു. സോ നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾക്ക് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരുടെയെങ്കിലും പെരുമാറ്റത്തിൽ സംശയം തോന്നുകയോ ചെയ്താൽ അവരോടൊന്നും സംസാരിക്കാതെ സൈലന്റ് ആയിരിക്കുക. അവർക്ക് എന്തെങ്കിലും ഒരു തെറ്റായ ഉദ്ദേശമുണ്ടെങ്കിൽ അവരുടെ ബോഡി ലാംഗ്വേജ് ചേഞ്ച് ആകുകയും നിങ്ങളുടെ സൈലൻസ് അവരെ കൺഫ്യൂഷൻ ആക്കുകയും അവർക്ക് തന്നെ എൻ്റെ കള്ളത്തരം ഇവന് മനസ്സിലായിട്ടുണ്ടാകുമോ, ഇവനൊന്നും മിണ്ടാതിരിക്കുന്നത് ഞാൻ പറയുന്നത് നുണയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കുമോ എന്നിങ്ങനെയുള്ള സംശയങ്ങൾ തോന്നുകയും ചെയ്യും.
ഇവരുടെ തന്നെ ഈ സംശയങ്ങളും നിങ്ങളുടെ സൈലൻസും ഇവരെ കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയിപ്പിക്കുകയും അതുവഴി അവരുടെ ഇന്റൻഷൻ എന്താണെന്ന് അവർ തന്നെ റിവീൽ ചെയ്യുകയും ചെയ്യും. നമ്പർ 5, എ സൈലന്റ് വിന്നർ ഈസ് ബെറ്റർ ദാൻ എ ഫേമസ് ഫെയിലിയർ. നിങ്ങൾ ആരെങ്കിലും ഒരു ഡിജിറ്റൽ സ്റ്റാർട്ടപ്പ് റൺ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ക്ലൗഡ് ഫീൽഡിൽ സ്ഥിതി ചെയ്യുന്ന AWS കുറിച്ച് കേട്ടിട്ടുണ്ടാകും. അറിയാത്തവർക്കായി പറയാം, AWS എന്നത് ആമസോൺ വെബ് സർവീസസ് ആണ്. ഉദാഹരണത്തിന് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ, അതുപോലെ ഈ വീഡിയോ ലോകത്തുള്ളവർക്കെല്ലാം കാണുന്നതിന് വേണ്ടി ഗൂഗിളിലെ ഒരു സെർവറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സർവീസ് ഗൂഗിൾ നമുക്ക് ഫ്രീ ആയി തരുന്നതാണ്. എന്നാൽ ഇതിന് ഒരുപാട് ചെലവുണ്ട്. ഇനി നിങ്ങൾ ഒരു പ്രൈവറ്റ് ക്ലോത്തിങ് കമ്പനിയോ മറ്റോ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഡാറ്റ ഫയൽസ് എല്ലാം ഇന്റർനെറ്റിൽ എല്ലാവർക്കും ആക്സസിബിൾ ആയിരിക്കുന്നത് പോലെ നിങ്ങളുടെ ആപ്പിലോ വെബ്സൈറ്റിലോ ഹോസ്റ്റ് ചെയ്യണം എങ്കിലാണ് ഈ ആമസോൺ വെബ് സർവീസ് നമുക്ക് യൂസ്ഫുൾ ആകുന്നത്. സിമ്പിളായി പറഞ്ഞാൽ ഇന്റർനെറ്റിന്റെ ഗോഡൌൺ പോലെ ഈ റാക്കിൽ ഈ സെക്ഷനിൽ ഇരിക്കുന്നത് എടുത്തു കൊടുക്കൂ എന്ന് പറയുന്നത് പോലെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനും ഈ ആമസോൺ വെബ് സർവീസ് ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള സർവീസുകൾ ഉപയോഗിച്ചാണ് ഹോട്ട്സ്റ്റാർ, നെറ്റ്ഫ്ലിക്സ് എന്നീ OTT പ്ലാറ്റ്ഫോമുകൾ ഇന്റർനെറ്റിൽ നിങ്ങൾ കാണുന്ന സിനിമകൾ സ്റ്റോർ ചെയ്യുന്നതും നിങ്ങളിലേക്ക് എത്തിക്കുന്നതും. ഇതൊക്കെ എന്തിനാണ് നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചാൽ, ഈ ആമസോണിന്റെ വെബ് സർവീസ് ജെഫ് ബെസോസ് ആമസോൺ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ സീക്രട്ടായി ഉണ്ടാക്കിയെടുത്തതാണ്. ക്ലൗഡ് സർവീസും മറ്റ് വലിയ കമ്പനികൾക്ക് ഈസിയായി റിപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. എന്നാൽ ജെഫ് ബെസോസ് ഇത് വളരെ സീക്രട്ട് ആൻഡ് സൈലന്റ് ആയി ഉണ്ടാക്കിയെടുത്തതിനാൽ ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് എന്നിങ്ങനെയുള്ള വലിയ വലിയ കോമ്പറ്റേറ്റേഴ്സിൽ നിന്നും ക്ലൗഡ് സർവീസിലെ കോമ്പറ്റീഷൻ ഒഴിവാക്കാനും മേജർ മാർക്കറ്റ് ഷെയർ പിടിച്ചെടുക്കാനും സാധിച്ചു. 2015 ആനുവൽ റിപ്പോർട്ട് വഴിയാണ് ആമസോണിന്റെ റവന്യൂയിൽ ക്ലൗഡ് സർവീസിന് വലിയ ഷെയർ ഉണ്ട് എന്ന് റിവീൽ ചെയ്തത്. ഇത് റിവീൽ ചെയ്യാൻ കാരണം ആമസോൺ സൈലന്റ് ആയിരുന്ന് മറ്റ് കോമ്പറ്റീറ്റേഴ്സിനേക്കാൾ ഒരുപാട് മുന്നിലെത്തിയിരുന്നത് കൊണ്ടാണ്. ഇതിനു ശേഷമാണ് മൈക്രോസോഫ്റ്റും ഗൂഗിളും ക്ലൗഡ് സർവീസിൽ വലിയ സാധ്യതകൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയതും മൈക്രോസോഫ്റ്റ് അസ്യൂർ പ്ലാറ്റ്ഫോം കൊണ്ടുവന്ന് ഒരുപാട് ഡിസ്കൗണ്ട്സും ഓഫേഴ്സും കൊടുത്ത് കൂടുതൽ പേരെ ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു തുടങ്ങിയതും. എന്നാലും ഇതുവരെയും ആമസോൺ തന്നെയാണ് ഈ ക്ലൗഡ് സ്പേസിലെ മെജോറിറ്റി മാർക്കറ്റ് ഷെയറുകളും ഹോൾഡ് ചെയ്യുന്നത്. സോ ജീവിതത്തിൽ നിങ്ങൾ ജയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് എല്ലാവരിലേക്കും റിവീൽ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയോ ഷോ ഓഫ് ചെയ്യുകയോ ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. എന്തെന്നാൽ നമ്മൾ ഒരുപാട് ഫേമസ് ആയി തോറ്റു പോകുന്നതിനേക്കാൾ നല്ലത് സൈലന്റ് ആയിരുന്ന് വിജയിച്ചുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ പെർമനന്റ് ആകുന്നത് വരെയും മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ സൈലൻസിന്റെ പവർ ഉപയോഗിക്കാൻ തുടങ്ങുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുക്കുക. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്ക് ഗുഡ് ബൈ.